ഈ ലോഗോ എന്നുള്ളത് നമ്മൾ പലതരത്തിൽ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ബ്രാൻഡിങ് വളർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലോഗോ കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗോ യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു ലോഗോ നമുക്ക് മേക്ക് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഹൈ എൻഡ് എമൗണ്ട്, നമുക്ക് പ്രൊഫഷണൽ ആയിട്ടൊക്കെ ലോഗോസ് മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ കൊടുക്കണം. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിനോ ബിസിനസ്സിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നിങ്ങൾക്ക് ലോഗോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. Hello everyone, this is Fawaz, you're watching ADOPIX. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് തന്നെ യാതൊരു വാട്ടർ മാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ലോഗോ മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതും ഏതൊരു ബിഗിനർ ആയിട്ടുള്ള ഒരു സാധാരണക്കാരനും മേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ലോഗോ മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടൊക്കെ നമുക്ക് ഹൈ ക്വാളിറ്റിയിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹൈ എൻഡ് ആയിട്ടുള്ള പ്രൈസ് തന്നെ കൊടുക്കണം. അത് സാധാരണ ഒരു യൂട്യൂബിലേക്ക് വരുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകൾ തുടങ്ങിയ ആൾക്കൊന്നും യാതൊരു തരത്തിലും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലായിരിക്കും ആ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ലോഗോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ ബ്രാൻഡൊക്കെ ആക്കാനാണ് അല്ലെങ്കിൽ നിങ്ങൾ വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രൊഫഷണൽ ലോഗോ മേക്കറെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അത് വേറെ തന്നെയായിരിക്കും. അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും അതുപോലെ തന്നെ അവർ ക്രിയേറ്റ് ചെയ്യുന്നതും അത് ഒരു വേറെ രീതിയിലാണ്. ആ ഒരു ലോഗോയിൽ വേറെ രീതിയിലുള്ള പല കാര്യങ്ങളും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പുതിയൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പുതിയൊരു ഷോപ്പ് തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്തിട്ട് സിമ്പിളായിട്ട് പല കാര്യങ്ങളും നമുക്ക് അതിൽ ചെയ്യാൻ സാധിക്കും. കളേഴ്സ് ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ അതിൽ പല രീതിയിലുള്ള ഐക്കൺസും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഇൻബിൽഡ് ആയിട്ട് തരുന്നുണ്ട്. അങ്ങനെ സിമ്പിളായിട്ടൊരു ഒറ്റ ക്ലിക്കിൽ തന്നെ മേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ ക്ലിക്ക് ചെയ്യുക, അങ്ങ് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലോഗോ കളക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, മൈ വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ലോഗോ കളക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അവർ പ്രീ സെറ്റ് ആയിട്ട് ഒരുപാട് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ലോഗോസും റെഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഒരുപാട് ലോഗോസ് അവർ തന്നെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലോഗോനെ കുറിച്ച് വലിയ ഐഡിയാസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു എഡിറ്റിൽ നമുക്ക് ഇതിൻ്റെ ഏകദേശം എല്ലാ സംഭവങ്ങളും നമുക്ക് മാറ്റാമെന്ന് പറയാം. ഇപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ലോഗോയുടെ സൈസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ പൊസിഷൻസ് മാറ്റാൻ സാധിക്കും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിനിപ്പോൾ ഈ ഒരു ലോഗോയുടെ കളേഴ്സ് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളറിലേക്ക് മാറ്റാം. കാരണം അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു ലോഗോസിലേക്ക് മാറ്റാൻ സാധിക്കും. ഇതുപോലെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മളെ ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ ചാനൽ നെയിമോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ആ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഫോണ്ടുകളും ഒരുപാട് കളേഴ്സും ഒരുപാട് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ കമ്പനി നെയിം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി നെയിം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ നെയിം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി വേണമെങ്കിൽ ഏത് ഫോൺ സ്റ്റൈലും ഒരുപാട് ഫോൺ സ്റ്റൈലുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളേഴ്സ് അത് കസ്റ്റമായിട്ട് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഷാഡോസ് ചേഞ്ച് ചെയ്യാം, ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവർ ചെയ്തു വെച്ചതിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഇതിൽ നമുക്ക് അതിൻ്റെ സൈസ് കാര്യങ്ങൾ എവിടെയാണ് ഏത് പൊസിഷനിലാണ് വേണ്ടതെന്നൊക്കെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് വേണമെങ്കിൽ ആ ഷേപ്പും കാര്യങ്ങളും അതിൻ്റെ കളേഴ്സും ഷേപ്പും അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ താഴെയായിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സിംബൽസ്, 3D റൊട്ടാറ്റിങ്, അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അവർ തന്നെ ഓൾറെഡി അതിൽ ഓരോന്നായിട്ട് മേക്ക് ചെയ്ത് വെച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ ലെയേഴ്സിൽ വേണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഹൈഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ പെട്ടെന്ന് തന്നെ സാധിക്കും. ഇനി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സേവിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് JPEG-ലും PNG-ലും വേണമെങ്കിൽ സേവ് ചെയ്യാം. നമുക്ക് PNG പല സമയത്തും ആവശ്യമായിട്ട് വരും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺഡ് ആയിട്ടുള്ള ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു വൈറ്റ് ഇതിൽ നമുക്ക് താഴെയായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലോഗോസ്, അതുപോലെ ആഡ്സ്, ടെക്സ്റ്റ്, ഫോൺസ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ലോഗോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് ഏത് കാറ്റഗറിയാണ് സെലക്ട് ചെയ്യാം, ടെക്നോളജിയാണോ ഫുഡാണോ ഏതാണ് കാറ്റഗറി എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
അതിൽ ഒരുപാട് ഐക്കൺസ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് വേണ്ട ഏകദേശം എല്ലാ ഐക്കൺസും അവർ തന്നെ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്കത് റൊട്ടേറ്റ് ചെയ്യാനും സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റ സിമ്പിളായിട്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ല, ലോഗോ മേക്ക് ചെയ്യാനൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിലും അവർ തന്നെ എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളതായിട്ടുള്ള ചെറിയ ചെറിയ ഐഡിയ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ലോഗോസ് ഐക്കൺസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മളെ തന്നെ ഓൺഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമായിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ സാധിക്കും. ടെക്സ്റ്റും അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഫോണ്ട് ഏതാണോ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടും അതിൻ്റെ കളേഴ്സും അതുപോലെ ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന സെറ്റിങ്സ് കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ കളേഴ്സും ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ മാറ്റാവുന്നുള്ളൂ. ഇതിൽ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. അതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഗാലറിയിൽ നിന്ന് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടേതായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ താഴെയായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുത്തിട്ടോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ അവർ തന്നെ തരുന്ന ബാക്ക്ഗ്രൗണ്ട് നമുക്കിതിൽ സെറ്റ് ചെയ്യാം. താഴെയായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡ്രോ ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഇവർ തരാത്ത ഏതെങ്കിലും തരത്തിലുള്ള ചെയ്യണമെങ്കിൽ നമുക്ക് ഡ്രോ ചെയ്തിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ട് നമുക്ക് അൺഡു ചെയ്യണമെങ്കിൽ അൺഡു ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ ലെയേഴ്സിൽ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വേണ്ടാത്ത ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും സിമ്പിളായിട്ട് ഒരു ക്ലിക്കിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ JPEG-ലും PNG-ലും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടും അതുപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ട് പല രീതിയിൽ നിങ്ങൾക്ക് ലോഗോസ് മേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഒരുപാട് ഐക്കൺസും ഒരുപാട് പിക്ചേഴ്സും ഒരുപാട് ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടും അതുപോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങളുടെ ബ്രാൻഡ് ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതിനനുസരിച്ചുള്ള നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.